السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ഈ മതം നമ്മളിലേക്ക് നൽകാൻ വേണ്ടി നിയോഗിതരായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ നബിക്ക് മുഅ്ജിസത്തായിട്ട് നൽകപ്പെട്ട പരിശുദ്ധ ഖുർആൻ, അതിനെക്കുറിച്ച് പഠിക്കലും പഠിപ്പിക്കലും മഹത്തരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹി വഖാസത്തുഹു, ഖുർആനിൻ്റെ വാഹകർ, ഖുർആനിൻ്റെ അഹ്ലുകാർ, അവർ അള്ളാഹുവിൻ്റെ അഹ്ലുകാരാണെന്ന് പോലും ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കുക എന്നുള്ളത് വലിയ പുണ്യമായ മഹത്വമേറിയ കാര്യമാണ്. ഇന്ന് ഖുർആൻ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഖുർആനിലെ പരിശുദ്ധമായ ആയത്തുകളെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായി മനഃപ്പാഠമാക്കുന്ന ഹിഫ്ള് ചെയ്യുന്ന രീതി നമുക്കിടയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അള്ളാഹു നമ്മുടെ വിദ്യാർത്ഥികൾക്കൊക്കെ ഖുർആനിൻ്റെ ശഫാഅത്ത് നൽകുമാറാവട്ടെ. ഹിഫ്ള് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ എളുപ്പം നൽകുമാറാവട്ടെ. ഈ ഖുർആൻ ഹിഫ്ള് പഠിക്കുമ്പോൾ വിദ്യാർത്ഥികൾ വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് സ്വായത്തമാക്കുമ്പോൾ ഈ ഹിഫ്ള് പഠന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതേപ്രകാരം തന്നെ ഒരു ഹിഫ്ള് പഠിച്ചു കഴിഞ്ഞാൽ സർട്ടിഫൈഡ് ആയതോടുകൂടെ ഖുർആനിനോടുള്ള ഹക്ക് അവിടെ പൂർത്തിയാകുന്നില്ല. അപ്പം ഒരു ഹിഫ്ള് പഠനത്തോടുകൂടെ അവൻ്റെ മേൽ ഉണ്ടാകുന്ന ബാധ്യതയാണ് ആ ഖുർആൻ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കലും അത് മറന്നു പോവാതിരിക്കലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം നരകാവകാശികളുടെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ടുപോയ സംഭവം കാണാം. അവിടെ ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തിൽ ഖുർആൻ പഠിച്ചു മറന്ന ആളുകളുടെ വലിയ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞത് കാണാം. അപ്പോൾ ഖുർആൻ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമാവണം. പഠിച്ച ആളുകൾക്ക് അത് നിലനിർത്താൻ വേണ്ട ആവശ്യമായ ഘടകങ്ങൾ ഉണ്ടാവണം. ഈ രണ്ട് കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനുമായി ഹാഫിളുകൾക്ക് വേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുന്ന ഈ ഒരു സീരീസ് ഇവിടെ ഉദ്ദേശിച്ചത്. പുണ്യമായ ഈ തിങ്കളാഴ്ച രാവിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം അത് ഉൾക്കൊള്ളുക എന്ന ലക്ഷ്യത്തോടു കൂടെ, അതല്ലെങ്കിൽ ഖുർആനിൻ്റെ അഹ്ലുകാരാവുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് നാം എല്ലാവരും ഹിഫ്ള് പഠിച്ചത്, അതല്ലെങ്കിൽ പൂർത്തിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പഠിച്ച ഹിഫ്ളിൽ നമുക്കെപ്പോഴും ഉണ്ടാകുന്ന ഒരു പിശക്, മാറിപ്പോകുന്ന ഒരു അബദ്ധം, പ്രത്യേകിച്ച് മലയാളികളായ ആളുകൾക്കിടയിൽ ഇത് കൂടുതലാണ്. ഒരു ആയത്ത് ഓതിയിട്ട് മറ്റൊരായത്ത് എത്തിപ്പോവുക. അപ്പം മുത്തശാബിഹായ ആയത്തുകൾ എന്ന് നമ്മൾ വിളിച്ചു പറയാറുണ്ട് ഈ ആയത്തുകളെ കുറിച്ച്. അപ്പോൾ ഇങ്ങനെ പേരിട്ട് വിളിക്കുന്ന ആയത്തുകൾ എങ്ങനെ കൃത്യപ്പെടുത്താം, അത്തരം ആയത്തുകളിൽ തെറ്റില്ലാതിരിക്കാൻ എന്തൊക്കെ വഴികൾ നമുക്ക് സ്വീകരിക്കാം തുടങ്ങി നമ്മുടെ അഇമ്മത്ത് പഠിപ്പിച്ച കാര്യങ്ങൾ, ഞാൻ എൻ്റെ വക ഒന്നും പറയുകയല്ല, മറിച്ച് അഇമ്മത്ത് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഗ്രന്ഥങ്ങളിലുള്ളതിനെ ഈ ഒരു രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ്. ഇതിലൂടെ അള്ളാഹു നമുക്ക് ഖുർആനിൻ്റെ അഹ്ലുകാർക്ക് നൽകുന്ന എല്ലാവിധ മഹത്വങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പം മുത്തശാബിഹായ ആയത്തുകൾ എങ്ങനെ ലബ്ത്ത് ചെയ്യണം? ലബ്ത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൃത്യപ്പെടുത്തുക. അതായത് മനസാന്നിധ്യത്തോടുകൂടി നമുക്ക് മുത്തശാബിഹായ ആയത്തുകൾ ഓതുമ്പം പിഴക്കൂല. അപ്പം ഈ ആയത്തുകൾ എങ്ങനെ നമുക്ക് കൃത്യപ്പെടുത്താം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. ഈ ക്ലാസ് കേവലം ഒരു ക്ലാസ് കൊണ്ട് അവസാനിക്കൂല. എന്നിരുന്നാലും അത്തരം മുത്തശാബിഹാത്തിൻ്റെ കായിദകൾ എന്ന് നമുക്ക് പറയാം, ചില നിയമങ്ങളെക്കുറിച്ച് ഇവിടെ പറയും. ആ നിയമങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹിഫ്ളിൽ അത് പുരോഗതി ഉണ്ടാക്കി തീർക്കും. അതിനപ്പുറം അറിയാതെ വരുന്ന അബദ്ധങ്ങൾ, തെറ്റുകൾ, മാറിപ്പോകുന്ന അതല്ലെങ്കിൽ തെറ്റിയോതുന്ന പതിവിൽ നിന്നും നമുക്ക് ഒരു പരിധിയോളം രക്ഷ നേടാൻ സാധിക്കും. ഈ ലബ്ത്താക്കപ്പെട്ട കായിദകൾ, മുത്തശാബിഹാത്തുകൾ ലബ്ത്ത് ചെയ്യാൻ വേണ്ടി അഇമ്മത്ത്, പൂർവസൂരികളായ പണ്ഡിതന്മാർ കഠിനാധ്വാനം ചെയ്ത് കൈമാറ്റം ചെയ്ത ഇത്തരം കിതാബുകൾ
നിങ്ങളിലേക്ക് എത്തിച്ച് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നൊരു ലക്ഷ്യം മാത്രമേ എനിക്ക് മുമ്പിലുള്ളൂ. അതുകൊണ്ട് ഈ മുത്തശാബിഹായ ആയത്തുകളെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ മുത്തശാബിഹാത്ത്. ഇൽമുൽ കലാമിൽ മുത്തശാബിഹ് എന്ന് പറയുന്ന അർത്ഥത്തിനല്ല ഹാഫിളുകൾ ഇൽമുൽ ഖിറാഅത്തിലും മറ്റുമൊക്കെ നമ്മൾ കാണുന്ന ഈ മുത്തശാബിഹ്. മറിച്ച് മുത്തശാബിഹ് എന്ന് പറഞ്ഞാൽ ഹാഫിളുകൾ ഉപയോഗിക്കുന്ന ഖുർആൻ പഠിതാക്കൾക്ക് ഇടയിൽ വ്യാപകമായി പ്രയോഗിക്കുന്ന ഈ മുത്തശാബിഹിൻ്റെ അർത്ഥം ഭാഷാപരമായി അത്തമാസുൽ ഇൽത്തിബാസ്, സാമ്യതകൾ അതല്ലെങ്കിൽ സാദൃശ്യതകൾ എന്നൊക്കെയാണെങ്കിലും ഇസ്തിലാഹൻ അതിൻ്റെ സാങ്കേതിക അർത്ഥം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അൽ ആയാത്തുൽ മുഖററത്തു ഫിൽ ലഫ്ളി ബിസിയാഖിഹ ഔ മാ ഇബ്ദാലി, ഒരു ആയത്ത് തന്നെ അതിൻ്റെ അതേ ഘടനയിൽ അല്ലെങ്കിൽ ചില മാറ്റങ്ങളോടുകൂടെ പരിശുദ്ധ ഖുർആനിൽ ആവർത്തിക്കപ്പെട്ട ആയത്തുകൾ. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അതേ ഘടനയോടുകൂടെയോ അതല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങളോടുകൂടെയോ ആവർത്തിക്കപ്പെട്ട ആയത്തുകൾക്ക് പറയുന്ന പേരാണ് മുത്തശാബിഹ്, മുത്തശാബിഹായ ആയത്തുകൾ. ഇത്തരം മുത്തശാബിഹായ ആയത്തുകൾ എങ്ങനെ നമ്മൾ കൃത്യപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് ആദ്യം പറയാനുള്ളത് ചില പൊതുവായ കായികകൾ. ഏതൊരു ഹാഫിളും മുത്തശാബിഹ് എന്നല്ല, ഏതൊരു ഹാഫിളിൻ്റെ മനസ്സിലും എപ്പോഴും ഉണ്ടാവേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കൂട്ടത്തിൽ മുത്തശാബിഹാത്തുകൾ ലബ്ത് ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ചില പൊതുവായ കാര്യങ്ങൾ, കായികകളാണ്, നിയമങ്ങളാണ് ഇവിടെ പറയുന്നത്. 8 എണ്ണമുണ്ട്. ചുരുക്കി പറയാം. അൽ ഇഖ്ലാസു ലില്ലാഹി തആല, ഒന്ന് അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മളിതെല്ലാം പഠിച്ചതും പഠിപ്പിക്കുന്നതും. അതേപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നതും. അതായത് ഒരു വിശ്വാസിയുടെ കർമ്മങ്ങൾ മുഴുവനും ഇഖ്ലാസോടുകൂടെ ആവണം. ഇഖ്ലാസ് ഇല്ലാത്ത കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ട എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം മുഖ്ലിസീങ്ങളായിക്കൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാവേണ്ടത്. അപ്പം ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലും പഠിച്ച് ഹാഫിളായി അവൻ ജീവിക്കലും എല്ലാം അള്ളാഹുവിനെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മറ്റു ചില ഭൗതികമായ ലക്ഷ്യങ്ങൾക്കോ അല്ലെങ്കിൽ സാമ്പത്തിക മോഹങ്ങൾക്കോ വേണ്ടിയാവരുത്. ഹിഫ്ള് പഠിക്കുന്നതും ഖുർആനിൻ്റെ അഹിലുകാരാകുന്നതും എല്ലാം മുഖ്ലിസീന, അള്ളാഹുവിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു കർമ്മമായിട്ട് നമ്മൾ കാണണം. ഇന്ന് മുഴുവൻ ആളുകളും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട് ഹിഫ്ള് പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പം ഹിഫ്ള് പഠിപ്പിക്കുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് നമ്മൾ എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് ഓരോ മാതാപിതാക്കളും ഈ അവസരത്തിൽ ചിന്തിക്കണം. ഒരു ഹാഫിൾ ഞാൻ എന്തിന് ഹിഫ്ള് പഠിച്ചു അല്ലെങ്കിൽ ഞാൻ എന്തിന് ഹിഫ്ള് പഠിക്കുന്നു എന്ന ഒരു ചോദ്യത്തിന് മറുപടി കണ്ടെത്തേണ്ടത് ഭാവിയിലുള്ള ഒരുപാട് അവസരങ്ങളെ കൊണ്ടല്ല, മറിച്ച് അത് അള്ളാഹു നൽകുന്ന നിഅമത്തുകളാണ്. നമ്മൾ ഖുർആൻ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും മറ്റ് എല്ലാ ഉലൂമുകളും പഠിക്കുന്നതും അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്, അവൻ്റെ തൃപ്തി നേടാൻ വേണ്ടി മാത്രമാണെന്ന ഒരു ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. രണ്ടാമത്തത് അൽ ഇൽത്തിജാഉ ഇലല്ലാഹി തആല ബിൽ ഔനി വൽ ഇത്ഖാൻ, നമ്മൾ എന്തുണ്ടെങ്കിലും എല്ലാം അള്ളാഹുവിലേക്കാണ് നമ്മൾ അർപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കുമ്പോഴും എൻ്റെ ബുദ്ധി അല്ലെങ്കിൽ എൻ്റെ കഴിവ് എന്നതിനു പകരം ഞാനൊന്നുമല്ല, അള്ളാഹുവിലാണ് എല്ലാം ഉള്ളതെന്ന ബോധ്യത്തോടുകൂടെ റബ്ബിനോട് എപ്പോഴും നല്ല ഓർമ്മശക്തിക്കും ഹിഫ്ളിനും ബുദ്ധിക്കും നല്ല മുത്തഖിനായ ഹാഫിളായി തീരുവാനും പ്രാർത്ഥനകളിൽ ഒരു സമയം നമ്മൾ കണ്ടെത്തണം. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പം ഹിഫ്ളിൻ്റെ കാര്യത്തിലും ഖുർആനിൻ്റെ ഹക്ക് വീട്ടുന്ന കാര്യത്തിലൊക്കെ അള്ളാഹുവിനോട് പ്രത്യേകം തൗഫീഖ് തന്നെ ചോദിക്കണം. അപ്പം അള്ളാഹുവിനോട് എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. ഖുർആൻ പാരായണം ചെയ്താൽ അതിൻ്റെ ബറക്കത്ത് തവസ്സുലാക്കിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. അങ്ങനെ തവസ്സുലാക്കി ദുആ ചെയ്യുമ്പം അത് കാരണമായിട്ട് നമ്മുടെ ഹിഫ്ളിൽ വലിയ പുരോഗതി ഉണ്ടാകും. പ്രത്യേകിച്ച് ഹാഫിളുകൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് കഴിഞ്ഞാൽ ഖുർആൻ പാരായണത്തിന് ശേഷമുള്ള ദുആഇന് ഇജാബത്തുണ്ടെന്ന് അയിമ്മത്തുകൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ആ ദുആയിൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾക്ക്, അതായത് എൻ്റെ ഹിഫ്ളും എൻ്റെ ഇൽമും എൻ്റെ ബുദ്ധിയും എൻ്റെ തൗഫീഖിനും വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്യുന്നു എന്ന് എപ്പോഴും കരുതൽ പ്രത്യേകം പുണ്യമുള്ളതാണ്. മറ്റൊന്നാണ് തർക്കുൽ മആസി വദ്ദുനൂബ്, ഖുർആനിലുള്ള ആയത്തുകൾ ഹിഫ്ളിൽ വരുന്ന വർദ്ധിച്ച തെറ്റുകളെല്ലാം പുതിയ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ദോഷങ്ങളും പാപങ്ങളും ഒഴിവാക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. ഒരു ഹാഫിൾ ഒരിക്കലും തെറ്റ് ചെയ്യാൻ പാടില്ല. കാരണം അവൻ്റെ മനസ്സിലുള്ളത് അള്ളാഹുവിൻ്റെ കലാമാണ്. ആ പരിശുദ്ധ കലാം ഏറ്റി നൽകുന്ന അല്ലെങ്കിൽ പരിശുദ്ധ കലാമിൻ്റെ വാഹകരാകുന്ന ഈ ഹാഫിൾ അവൻ്റെ ജീവിതം ഒരിക്കലും ശൈത്താനിൻ്റെ പൈശാചിക മാർഗങ്ങൾക്ക് വിധേയപ്പെടാൻ പാടില്ല. അപ്പം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനുഷ്യനാണ്, ചിലപ്പോഴൊക്കെ ചില തെറ്റുകൾ സംഭവിച്ചിട്ട് പോയേക്കാം. അതിന് അള്ളാഹുവിൻ്റെ തൗബ എന്ന വാതിൽ
വളരെ പെട്ടെന്ന് നമ്മൾ തുറന്ന് ആ തൗബ ചെയ്തുകൊണ്ട് ഒരു ഹാഫിളിൻ്റെ ജീവിതം, ലൈഫ് സ്റ്റൈൽ, ഇൻഷാ അല്ലാഹ് ഒരു ഹാഫിളിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന വിഷയത്തെക്കുറിച്ച് പോലും അയിമ്മത്തുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അവസരമുണ്ടെങ്കിൽ സംസാരിക്കണം. അപ്പം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് മുത്തശാബിഹാത്തുകൾ ലബത്ത് ചെയ്യാൻ ഉള്ള ഒരു പൊതുവായ കാര്യമാണ്. മറ്റൊന്നാണ് കെസ്റത്തുൽ ഖിറാഅ വൽ മുറാജഅത്തി ദായിമ. അതായത് കൃത്യമായിട്ട് നമ്മൾ ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യണം. കാരണം ഹാഫിളുകൾ ഖുർആൻ പഠിച്ചതുകൊണ്ട് തന്നെ അത് കെട്ടിയിട്ട ഒട്ടകത്തെ പോലെയാണെന്ന് ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് കെട്ടിയിട്ട ഒട്ടകം അതിനെങ്ങാനും ഒന്ന് കെട്ടഴിച്ചു വിട്ടാൽ എത്ര വേഗമാണ് അത് രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നതുപോലെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നില്ലെങ്കിൽ, അതിന് സമയം മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ, അതിനൊരു ടൈം ടേബിൾ കൃത്യത നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മളെ മനസ്സിൽ നിന്നും ഖുർആൻ മാറിയകലും, തെന്നി മാറും. അള്ളാഹു അതിനെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ മുറാജഅത്തു ദായിമ. ഹാഫിളാണെങ്കിൽ, ഹാഫിളീങ്ങളാകുമ്പം കൃത്യമായിട്ടുള്ള ദൗറ സിസ്റ്റം വേണം. അത് നമുക്ക് ഒറ്റയ്ക്ക് സാധ്യമല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് സംവിധാനിക്കണം. അതിന് ഗ്രൂപ്പായിട്ടും നമുക്ക് അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ കോഴ്സുകൾ ഇന്ന് ലഭ്യമായിട്ടുണ്ട്. അത്തരം കോഴ്സുകളിൽ നമ്മൾ ചേരണം. ഏതായാലും ഒരു ഹാഫിളാണ് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ഒരു ദിവസം ഓതി തീർക്കേണ്ട ഖുർആനിൻ്റെ ആയത്തുകൾ ഇത്ര എന്ന് നമുക്കൊരു കണക്ക് വേണം. അത് ഓരോരുത്തരുടെയും ഹിഫ്ദിൻ്റെയും ഒഴിവിൻ്റെയും രീതി അനുസരിച്ചുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം. മറ്റൊന്നാണ് അൽ ഇൽത്തിസാമു ബി മുസ്ഹഫിൻ വാഹിദ്. എപ്പോഴും ഹാഫിളുകളോട്, അതല്ലെങ്കിൽ ഹിഫ്ദ് പഠിക്കുന്ന വിദ്യാർത്ഥികളോട്, മുത്തഹഫിളുകളായ ഉസ്താദുമാർ സൂചിപ്പിക്കുന്ന കാര്യമാണ്, നമ്മളൊക്കെ ഖുർആൻ പഠിക്കുന്നത് ഒരൊറ്റ മുസ്ഹഫിൽ നിന്നാവണം. ഒരു ദിവസം ഒരു മുസ്ഹഫ്, മറ്റൊരു ദിവസം മറ്റൊരു മുസ്ഹഫ്, അല്ലെങ്കിൽ മൊബൈലിൽ ഖുർആൻ പഠിക്കുന്ന രീതി, ഇതൊക്കെ ഒഴിവാക്കണം. മറിച്ച് ഒരു മുസ്ഹഫ് ഖുർആൻ പഠിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരണം. ആ മുസ്ഹഫിൽ നമ്മൾ ഖുർആൻ പൂർണ്ണമായി പഠിക്കുകയും പോരാ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ മരിക്കുന്നത് വരെ ആ മുസ്ഹഫ് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്നും ഉപയോഗിക്കാനും ശ്രമിക്കണം. നമ്മളൊക്കെ പഠിച്ച മുസ്ഹഫ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പം ഒരൊറ്റ മുസ്ഹഫിൽ നിന്ന് തന്നെ ഖുർആൻ പഠിക്കുമ്പം അതിലൂടെ നമ്മുടെ മനസ്സിലേക്ക് അത് പെട്ടെന്ന് ഹിഫ്ളാവാനും ചില ഭാഗങ്ങൾ മനസ്സിൽ പതിയാനും കൊത്തിവെക്കാനും അത് സാഹചര്യം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു മുസ്ഹഫിൽ നിന്ന് തന്നെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും ഹിഫ്ള് പഠിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. മറ്റൊന്നാണ് ഹുദൂറുൽ ഖൽബി വദ്ദിഹിനി ഹാലൽ ഖിറാഅ. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മുത്തശാബിഹാത്തുകൾ മാറിപ്പോവാതിരിക്കാൻ, തെറ്റ് സംഭവിക്കാതിരിക്കാൻ പാരായണ സമയത്ത് നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും ഖുർആനിലേക്ക് കൊണ്ടുവരണം. അതായത് മനസാന്നിധ്യത്തോടു കൂടെ ഖുർആൻ പാരായണം ചെയ്യണം. മനസ്സിൽ വേറെ എന്തെല്ലോ ചിന്തിക്കുക, അതല്ലെങ്കിൽ മനസ്സിൽ വേറെ എന്തെല്ലോ ആഗ്രഹങ്ങളും തോന്നലുകളുമായിട്ട് ഖുർആൻ തുറന്നുകൊണ്ട് ഓതുമ്പം മരിച്ച വീട്ടിലെ യാസീനോത്ത് എന്നൊക്കെ നമ്മൾ പറയും. അതായത് എല്ലാം നമ്മൾ കാണുന്നുണ്ടാകും. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ യാസീൻ ഓതുകയും നടക്കും. അതല്ല, മറിച്ച് നാം പാരായണം ചെയ്യുന്ന, ഞാൻ ഓതുന്ന ആയത്ത്, അതിലെ രൂപങ്ങൾ, അല്ലെങ്കിൽ അതെവിടെയാണ് എന്ന ആ ഒരു ഹുദൂറുൽ ഖൽബ്, ആ മനസാന്നിധ്യം നമുക്ക് വേണം. അപ്പം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരുപാട് ഓതുക എന്നതല്ല, ഓതുമ്പം ഖുർആൻ നമ്മുടെ ഖൽബിലേക്ക് ഹാളിറാക്കാൻ ഓരോ ഹാഫിളും ശ്രമിക്കണം. അങ്ങനെ ഹുദൂറുൽ ഖൽബോടുകൂടെ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് മുത്തശാബിഹാത്തുകളിൽ വരുന്ന തെറ്റുകളിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു മാർഗമാണ്. അൽ ഇൻതിഖാഉൽ ഫവായിദി വൽ ഫറായിദി മിനൽ കുത്തുബി വതദ്വീനിഹ. മറ്റൊന്ന് പറയുന്നത് മുത്തശാബിഹാത്തുകളെക്കുറിച്ച് പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ചു തരുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന അതിസൂക്ഷ്മമായിട്ടുള്ള പോയിൻറ്സുകളും അതേപോലെ തന്നെ ഫവായിദകളും, അതായത് എങ്ങനെയാണ് ഒരു മുത്തഹഫിദ്, ഒരു ഹിഫ്ള് വിദ്യാർത്ഥി മുത്തശാബിഹായ ആയത്തുകൾ പഠിക്കുമ്പം എങ്ങനെ പഠിക്കണം, അതിലെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതെങ്ങനെ അവൻ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം, അത്തരം വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ പഠിക്കലും പഠിപ്പിക്കലും, അതേപോലെ തന്നെ അത്തരം ഗ്രന്ഥങ്ങളിൽ നിന്നും ആ പറയപ്പെട്ട നിയമങ്ങളനുസരിച്ച് മുത്തശാബിഹായ ആയത്തുകളെ ദബ്ത് ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഖിറാഅത്തിൽ ഒരു പരിധിവരെ മുത്തശാബിഹായ തെറ്റുകളെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. എത്ര ആലിമീങ്ങളും ഖുർആനിൻ്റെ അഹ്ലുകാരും അതേപോലെ തന്നെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളൊക്കെ ഇന്നും നമുക്ക് വളരെ സുലഭമായിട്ട്, ഒന്നുമില്ല, മക്തബ ഇൻ്റർനെറ്റുകളിൽ പോലും നമുക്ക് ലഭ്യമാണ്. പക്ഷെ നമ്മളത് നോക്കുന്നില്ല, പഠിക്കുന്നില്ല. അതുകൊണ്ട് അത്തരം കിതാബുകൾ നമ്മൾ അവലംബിക്കുന്നത് നമ്മുടെ ഹിഫ്ളിൻ്റെ മുത്തശാബിഹായ തെറ്റുകൾ ഒഴിവാക്കാൻ നമ്മെ സാധിക്കും. അവസാനമായിട്ട് ദിറാസത്തു അലൽ മുത്ഖിനീൻ, നല്ല
ഖുർആൻ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ വർഷങ്ങളോളം ഈ വിഷയത്തിൽ നൈപുണ്യം നേടിയ ഹാഫിദുകളുണ്ടാകും. അവരടുക്കൽ പോയിട്ട് ഇത്തരം വിഷയങ്ങൾ, ഹിഫ്ദിൻ്റെ രൂപങ്ങൾ, എങ്ങനെ ഹാഫിദ് ജീവിക്കണം, എങ്ങനെയാണ് അവൻ്റെ ഹിഫ്ദ്, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രത്യേകം മനസ്സിലാക്കേണ്ട മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കണം. അപ്പം അതിനു വേണ്ടിയിട്ട് മുത്തഖിനീനായ ആളുകൾ എന്ന് പറഞ്ഞാൽ ഖുർആനിക പഠന വിഷയത്തിൽ ഒരുപാട് അനുഭവം ജ്ഞാനമുള്ള ആളുകൾ, മുത്തഖിനീൻ, അത്തരം ആളുകളുടെ അടുക്കൽ പോയിട്ട് നമ്മൾ ഇത്തരം വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. വൽ ഇഫാദത്തി മിൻ തിജാരിബിഹിം, അവർ വർഷങ്ങളോളം ഖുർആൻ പഠിപ്പിക്കുമ്പം അവർക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ ചില അനുഭവങ്ങളുണ്ടാവും. ആ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ട് ആ രൂപത്തിൽ നമ്മൾ ഖുർആനിനെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ കായിദകൾ, ഈ മുതശാബിഹായ ആയത്തുകളിൽ വരുന്ന പിഴവുകളിൽ നിന്ന് നമുക്കൊരു പരിധി വരെ രക്ഷപ്പെടാൻ കഴിയും. ഇതാണ് പൊതുവായിട്ടുള്ള കായിദകൾ. ഇനി മുതശാബിഹായ ആയത്തുകൾ തെറ്റ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ പറഞ്ഞ കായിദകൾ നമ്മൾ ഒരുമിച്ച് കൂട്ടി ഒരു 26 നിയമങ്ങളാണ്. ഖവാഇദുൽ ലബ്ത് എന്ന് നമുക്ക് പേരിട്ട് വിളിക്കാം. ഈ ലബ്ത് അതായത് കൃത്യപ്പെടുത്താൻ, ആ മുതശാബിഹായ സാദൃശ്യമായിട്ടുള്ള ഖുർആനിലുള്ള ആയത്തുകളെ ലബ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് 26 കായിദകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് ഈ ഒരു ഒറ്റ വീഡിയോയിൽ പറഞ്ഞു തീർക്കുക എന്നുള്ളത് അസാധ്യമാണ്. അതുകൊണ്ട് നമുക്ക് പിന്നീടാവാം. ഇന്ന് കേവലം ഒരു ആമുഖം മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം 26 നിയമങ്ങൾ, തർത്തീബുൽ ഹിജായി, അൽ ഇനായത്തു ബിൽ ആയത്തിൽ വാഹിദ എന്ന് തുടങ്ങി 26 നിയമങ്ങൾ. ആ നിയമങ്ങൾ നമ്മൾ പഠിച്ചാൽ ആ നിയമങ്ങളിലൂടെ നമുക്ക് ഈ മുതശാബിഹായ ആയത്തുകളെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ വേഗത്തിൽ നമുക്ക് കൃത്യപ്പെടുത്താൻ കഴിയും. അതുകൊണ്ടാണ് ഈ 26 കായിദകൾ നമ്മൾ അവലംബിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആ കായിദകൾ നമുക്ക് ഒഴിവുപോലെ പറയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ മുതശാബിഹായ ആയത്തുകൾ എന്തിനാണ് ഖുർആനിൽ കൊണ്ടുവരുന്നത് എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. അതിനും അഇമ്മത്ത് മറുപടി പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഹിക്മത്തുകൾ, അതിൻ്റെ ചില രഹസ്യങ്ങൾ ഇവിടെ പറയുകയാണ്. 5 രഹസ്യങ്ങൾ. ഒന്ന് തഫ്സീർ. ഓരോ ആയത്തുകളും, മുതശാബിഹായ ആയത്തുകളും പരിശുദ്ധ ഖുർആനിൽ കൊണ്ടുവരുമ്പം അതിൻ്റെയൊക്കെ ആശയങ്ങൾക്ക്, വ്യാഖ്യാനങ്ങൾക്ക് വലിയ വൈവിധ്യങ്ങൾ കാണാൻ പറ്റും. മറ്റൊന്നാണ്, അപ്പോൾ തഫ്സീരിയായിട്ട് ചില ആശയങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് മുതശാബിഹാത്ത് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ എപ്പോഴും എളുപ്പമാണ്. അതുപോലെ ഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ എന്ന് അള്ളാഹു നമ്മോട് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ നമുക്ക് കടുപ്പമല്ല, മറിച്ച് നമ്മളുടെ അശക്തതയും നമ്മളുടെ കഴിവുകേടും കൊണ്ടാണ് നമ്മൾ ഖുർആൻ പഠിക്കുന്നിടത്ത്, അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നിടത്ത്, അല്ലെങ്കിൽ കൃത്യമായി ഹിഫ്ള് നിലനിർത്തുന്നിടത്ത് അപകടം സംഭവിക്കുന്നത്. രണ്ടാമത്തെ ഒരു രഹസ്യം അത്തർഗീബ് വത്തർഹീബ്, അള്ളാഹുവിനേക്ക് ഉള്ള ഒരു പേടിപ്പെടുത്തലും അവനിലേക്കുള്ള ഒരു പ്രതീക്ഷയുമാണ്. കാരണം മുതശാബിഹായ ആയത്തുകൾ പഠിക്കുന്ന ഹാഫിളിനെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി പഠിച്ചിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ പഠിച്ച ആയത്തുകൾ കൃത്യമായി നിലനിർത്തിയിട്ടില്ലെങ്കിൽ അത് കാരണം അവൻ്റെ വലിയ അദാബുണ്ടെന്ന ഭയവും. ഇനി ഇവകളെ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ, അങ്ങനെ പരിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും ഒരു വള്ളി പുള്ളി പോലും വ്യത്യാസമില്ലാതെ പഠിച്ചാൽ അവന് വലിയ പ്രതിഫലമുണ്ട് നമുക്ക് മനസ്സിലാക്കാമല്ലോ. മറ്റൊന്നാണ് അൽ ഇജാസ്. ഈ മുതശാബിഹായ ആയത്തുകൾ നിങ്ങൾ നോക്ക്, 23 വർഷം എടുത്തുകൊണ്ട് ആരംഭപ്പൂവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓരോ സന്ദർഭത്തിനനുസരിച്ചുകൊണ്ട് ഇറക്കി കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്ത ഈ ആയത്തുകൾ നമ്മൾ പഠിക്കുമ്പം അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ ഒരു മുതശാബിഹും മറ്റൊരു മുതശാബിഹിനോട് എതിരാകുന്നില്ല, അതല്ലെങ്കിൽ ഒന്നിനെതിരായിക്കൊണ്ട് മറ്റൊരു സ്ഥലത്തും കാണുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു ഇജാസ്, അതൊരു സാഹിത്യം, അതായത് ഖുർആനിൻ്റെ അമാനുഷികത ഇതിലൂടെ, ഈ മുതശാബിഹാത്തിലൂടെ അള്ളാഹു തെളിയിക്കുകയാണ്. മറ്റൊന്നാണ് അദ്ദഅവതു ഇല തഫക്കുരി വത്തദബ്ബുർ. അതായത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്കുള്ള ചിന്താ നിപുണനായിക്കൊണ്ടിരിക്കാൻ, അല്ലെങ്കിൽ അവൻ്റെ അജായിബുകളിൽ ഈ ഖുർആനിൻ്റെ ഘടനയിൽ ചിന്തിക്കാൻ. അഫല യതദബ്ബറൂന അൽ ഖുർആൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിച്ചതുപോലെ ആ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താനുള്ള ഒരു വഴിയാണ് മുതശാബിഹാത്തുകൾ. പല സ്ഥലങ്ങളിൽ പല രീതിയിലായിട്ട് പരന്നു കിടക്കുന്ന ഈ സാഗര സമുദ്രത്തിന് സമാനമായ ഈ ഖുർആനിലെ മുതശാബിഹാത്തുകൾ എന്ത് സുന്ദരമാണ്. അതിലൂടെ നമ്മൾ അള്ളാഹുവിൻ്റെ ആ കലാമിൻ്റെ അമാനുഷികതയിലൂടെ അവനെ നമ്മൾ വാഴ്ത്താനുള്ള ഒരു വഴിയായിട്ട് നമുക്ക് ഇതിനെ കാണാം.
മറ്റൊന്നാണ് അൽ ഹുസ്നുൽ അദബ്. അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന പരിശുദ്ധ ഖുർആനും ഹദീസും. അപ്പം ഖുർആനിൽ ആ സാഹിത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുതശാബിഹാത്തുകൾ, അതായത് പാരസ്പര്യം അല്ലെങ്കിൽ സാദൃശ്യതയുള്ള പ്രയോഗങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്ന രീതി അറബികൾക്കിടയിൽ പൂർവ്വകാലം മുതൽക്ക് തന്നെയുള്ള ഒരു രീതിയാണ്. അപ്പോൾ ആ രീതിയെ ഖുർആനിലും ഉണ്ട് എന്ന് നമുക്ക് പറയണമെങ്കിൽ, അതല്ലെങ്കിൽ ആ രീതികൾ ഖുർആനിലൂടെ നമുക്ക് ലഭിക്കണമെങ്കിൽ മുത്തശാബിഹായ ആയത്തുകൾ വേണം. അതുകൊണ്ട് തന്നെ ഈ മുത്തശാബിഹാത്തുകൾ സാഹിത്യത്തിൻ്റെ ഒരു ഭാഗമാണെന്നും പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മൾ മുത്തശാബിഹാത്തിൻ്റെ ഹിക്മത്തുകൾ പറഞ്ഞു. ഇനി അവസാനമായിട്ട് ഈ മുത്തശാബിഹാത്തിൻ്റെ വിഷയത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചന നടത്തിയിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള അതിൽ ചില പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിലേക്ക് മാത്രം സൂചനയാണ് ഈ കാണുന്ന ഷജറ ടേബിൾ. ഒന്ന് അൽ മുതശാബിഹുൽ ഖുർആൻ, ഇമാം അബുൽ ഹസൻ അൽ കിസായി 189 ഹിജ്റ വഫാത്തായ, അതായത് ഇസ്ലാമിൻ്റെ തുടക്കകാലത്ത് 189 എന്ന് പറയുമ്പോൾ ഒക്കെ ആദ്യകാല താബികളിൽപ്പെട്ട അല്ലെങ്കിൽ തബൂ താബികളുടെ സ്ഥാനത്ത്, അതായത് നമ്മുടെ ഖിറാഅത്തിന്റെ ഇമാമായിട്ട് പരിചയപ്പെടുത്തുന്ന ഇമാമാണ് ഇമാം കിസായി. ആ ഇമാം മഹാനവറുകളുടെ രചനയാണ് മുത്തശാബിഹുൽ ഖുർആൻ. മറ്റൊന്നാണ് ഇബ്നുൽ മുനാദി എന്ന് പറയുന്ന അബൂദാവൂദ് എന്നിവരുടെ മുത്തശാബിഹുൽ ഖുർആൻ. ഖതീബുൽ ഇസ്കാഫിയുടെ ദുറത്തു തൻസീൽ വഖുറത്തു തഅവീൽ എന്ന ഗ്രന്ഥം ഇതിൽ പ്രസിദ്ധമാണ്. മഹ്മൂദുൽ കിർമാനി എന്നിവരുടെ അൽ ബുർഹാൻ ഫി മുത്തശാബിഹുൽ ഖുർആൻ പലർക്കും പരിചിതമായിരിക്കും. പിന്നെ അതേപോലെ ഇബ്നു സുബൈർ എന്നവർക്കും ഇബ്നു ജമാഅ എന്നവർക്കും മുഹമ്മദ് ത്വൽഹ തുടങ്ങി ഒരുപാട് പണ്ഡിതന്മാർക്ക്, എത്രത്തോളം പുതിയ കാലത്ത് പോലും ഈ വിഷയത്തിൽ രചനകൾ നടക്കുന്നു എന്നുള്ളത് നമ്മൾ അത്ഭുതം ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോഴും ഈ മുത്തശാബിഹായ ആയത്തുകൾ എങ്ങനെ പഠിക്കണം എന്നത് ആളുകൾക്ക് ആവശ്യമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ കാലത്തും അതിൻ്റെ ഗ്രന്ഥരചനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുത്തശാബിഹായ ആയത്തുകളെ പഠിക്കാനുള്ള നിയമങ്ങൾ, കായിദകൾ, അത് ദബ്ത് ചെയ്യാനുള്ള ഫവായിദുകളൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അതിൽ ചില പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. ഒന്ന് അൽ മുത്തശാബിഹുൽ ഖുർആൻ എന്ന് പറയുന്ന അബുൽ ഹസൻ അലി ബിൻ ഹംസ അൽ കിസായി എന്നിവരുടെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം നമ്മൾ പറഞ്ഞല്ലോ, മഹാനവറുകളുടെ ഹിജ്റ 189 വഫാത്താകുന്നത്. അപ്പം ആദ്യകാലത്ത് ജീവിച്ച മഹാനാണ്. മറ്റൊന്നാണ് അൽ മുത്തശാബിഹുൽ ഖുർആൻ. അതിവൻ നമ്മൾ നേരത്തെ പറഞ്ഞ അബുൽ ഹസൻ അഹ്മദ് ബിൻ ജാഫർ ബിൻ മുഹമ്മദ് ബിൻ ഉബൈദില്ലാഹി ബിൻ അബി ദാവൂദ് അൽ മുനാദി എന്ന് പറയുന്ന മഹാനവറുകളുടെ ഗ്രന്ഥം. അവരുടെ ജീവിതകാലം നോക്കുകയാണെങ്കിൽ 256 ജനിച്ച് 336 വഫാത്താകുന്നത്. അപ്പം അത്രയും മുൻപുള്ള ആളുടെ ഗ്രന്ഥരചനയാണ് ഇത്. മറ്റൊന്നാണ് അത് ദുറത്തു തൻസീൽ വഖുറത്തു തഅവീൽ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം. ഇതെല്ലാം മുൻഗാമികളാകുന്ന എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച് നമ്മളിൽ നിന്നും വഫാത്തായ മഹാന്മാരുടെ ഗ്രന്ഥങ്ങളാണ്. ഈ ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം അവലംബിച്ച് അതിനെല്ലാം മാറ്റിക്കുറുക്കിയിട്ടുള്ള ചില കായികകളാണ് നമ്മൾ ഇവിടെ സംസാരിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത് കേൾക്കാനും പഠിക്കാനും ഇതനുസരിച്ച് ജീവിതത്തിൽ ഖുർആൻ കൃത്യമായി പാരായണം ചെയ്ത് ഒരു വള്ളി പോലും മറന്നു പോവാതെ വ്യത്യാസമില്ലാതെ യഥാർത്ഥ അഹ്ലുൽ ഖുർആനിൻ്റെ വാഹകരിൽ നമ്മെ ഉൾപ്പെടണം എന്ന നിയത്തോടുകൂടെ ഇതെല്ലാം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്യുന്നു. ഇതെല്ലാം പൂർത്തിയാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.